ഡിയർ ഫ്രണ്ട്സ്, ഔട്ട്സ്റ്റാൻഡിങ് ഡിസൈനിലുള്ള ഒരു കിടുക്കാച്ചൊരു വീടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. 3 ബെഡ്റൂമിൽ ഒരുക്കിയിട്ടുള്ള ബെസ്റ്റ് ഒരു വീട്. ഒരു ചെറിയ വീട്ടിൽ കോട്ടയാടൊക്കെ സെറ്റ് ചെയ്ത് എന്താ പറയുക, എല്ലാം കൊണ്ടും ഗംഭീരം. ഈ മുന്നിൽ നല്ല വീതിയുള്ള വഴിയാണ്, 12 അടി വീതിയുള്ള നല്ലൊരു റോഡാണ്. വീടിൻ്റെ ലുക്ക് ഇങ്ങനെ നോക്കി നോടാ, അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് ഓരോ പോർഷനും സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല കളർഫുൾ ആയിട്ടുള്ള വർക്ക്. ഒരു 75% കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ഡിസൈനാണ്. വെൽ ക്വാളിറ്റിയും നല്ല ഡിസൈനും ബെസ്റ്റ് പ്രോഡക്റ്റും ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും വീടിൻ്റെ അകത്ത് കടന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. വലിയൊരു സിറ്റ് ഔട്ട് ഏരിയ വരുന്നുണ്ട്. അതുപോലെ ജനലിൻ്റെ ഒക്കെ ഡിസൈൻ എൻറ്റയർലി ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ കേട്ടോ. ഇതാ നല്ല ഫ്ലോറിങ്, വലിയൊരു ലിവിങ് ഏരിയ ആണ്. മുകളിലൊക്കെ മിന്നണ ലൈറ്റ്സ് ആണ്, നല്ല വെറൈറ്റി ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഭംഗിയുള്ള ഒരു സ്റ്റെപ്പുകൾ പോകുന്നുണ്ട്. നമ്മളെ ഏറ്റവും അട്രാക്ഷൻ തോന്നുന്നത് ഈ ഒരു ഏരിയ ആണ് കേട്ടോ. ഡൈനിങ് ഏരിയ ആണ്, അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ ബെഡ്റൂംസ് നോക്കുകയാണെങ്കിൽ എല്ലാ ബെഡ്റൂമിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസ് ആയിട്ടുള്ള ബാത്റൂമാണ് ചെയ്തിരിക്കുന്നത്. ഡോറുകളായിക്കോട്ടെ, അവിടുത്തെ ഫ്ലോറിങ് ആയിക്കോട്ടെ, എല്ലാതും ഡിഫറെൻ്റ് ആണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരോട് ചോദിച്ച് മനസ്സിലാക്കി. കാരണം അത്രയും ബെസ്റ്റ് പ്രൊഡക്റ്റുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് വളരെ ഒരു കോൺഫിഡൻസ് തോന്നി. ചുമ്മാ ഒരു ഷോ ഓഫ് അല്ല, ഗംഭീര ക്വാളിറ്റി ഇട്ടാ. ഇനിതാ നമ്മുടെ നേരത്തെ പറഞ്ഞ ഡൈനിങ് ഏരിയ, ആന കുത്തിയ പൊട്ടാത്ത ഗ്ലാസ്സാണ് പറഞ്ഞിട്ടുള്ളത്. അത്രയും നല്ല ബെസ്റ്റ് ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു കോട്ടയാടാണ് സെറ്റ് ചെയ്യണത്. ഇനി കുറച്ചും കൂടി സേഫ്റ്റിക്ക് നോക്കുകയാണെങ്കിൽ അവിടെ പുറത്ത് ഗ്രില്ലൊക്കെ ഇട്ട് അടിപൊളിയാക്കി എടുക്കുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കവറിങ് ആയിരിക്കും അവിടെ. പിന്നെ അതിനോട് ചേർന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഓപ്പൺ കിച്ചൺ. ഓഹ്, എന്ത് രസമാണ് കാണാൻ. അവിടുത്തെ വളരെ കളർഫുള്ളായിട്ടുള്ള ഫ്ലോറിങ്ങും നല്ല രസകരമായിട്ടുള്ള വോൾ ടൈലൊക്കെ ചെയ്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വർക്ക് ഏരിയ സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിലേക്ക് ഇറങ്ങുമ്പോൾ ലാവിഷ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. നല്ലൊരു കിണർ വരുന്നുണ്ട്. ഒതുങ്ങി നിൽക്കുകയാണ് കേട്ടോ കിണർ. കണ്ട, ഈ ഒരു ഭാഗത്താണ് നേരത്തെ പറഞ്ഞ കോട്ടയാടിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. അവിടെയൊക്കെ ഫുള്ള് നല്ല ഗ്രില്ലടിച്ച് സെറ്റ് ചെയ്യും. നല്ല ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും ആ ഒരു ഏരിയ. ഇനി നോക്കുകയാണെങ്കിൽ നമുക്ക് അകത്ത് കയറുമ്പോൾ മുകളിൽ ഒരു അപ്പർ ലിവിങ് ഹാൾ വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ബെഡ്റൂമും മുകളിൽ വരുന്നുണ്ട്. താഴെ 2ഉം മുകളിൽ 1ആയിട്ടാണ് ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. 3 ബെഡ്റൂമിലും അറ്റാച്ച്ഡ് വാഷ്റൂംസ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഒരു ഓപ്പൺ ടെറസ് ഏരിയ വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീട്. ടോട്ടൽ 4.5 സെൻറ്റിൽ 1400 സ്ക്വയർ ഫീറ്റിൽ ഒരുങ്ങുന്ന ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നത് 52 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു പ്രൈസാണ്. സ്ഥലം വരുന്നത് തൃശ്ശൂരിൽ മമ്മിയൂരിലാണ്. ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും നല്ലൊരു സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ സെയിലാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം അത്രയ്ക്കും മനോഹരമാണ് ഈ വീടിൻ്റെ വർക്ക്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് തീർച്ചയായിട്ടും നമ്മളെ വിളിക്കുകയോ വാട്സപ്പോ ചെയ്യുക. കൂടുതൽ പ്രോപ്പർട്ടീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് കയറി കാണുക. താങ്ക്